പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശുപത്രി ശൃംഖലയായ അപ്പോളോ നിയമവിരുദ്ധമായ വൃക്ക ഇടപാടുകളുടെ കള്ളക്കഥകളുമായി ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. എറണാകുളത്തെ ലേക്ക് ഷോറിൽ ഇല്ലാത്ത മസ്തിഷ്ക മരണം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവങ്ങൾ തട്ടിയെടുക്കാൻ ഇല്ലാക്കഥകൾ പറഞ്ഞു മരണത്തിലേക്ക് നയിച്ചത് പുറത്തു വന്നിട്ട് അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികൾ പാവം ആദിവാസികളുടെയും ഇടുക്കി നിവാസികളുടെയും വൃക്കകൾ മോഷ്ടിച്ചതിൻ്റെ കഥകളും നമ്മൾ കേട്ടു. അതിൻ്റെ എല്ലാം ഓർമ്മ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി. അതെല്ലാം തേഞ്ഞു മാഞ്ഞു പോവുകയാണ്. അപ്പോളയുടെ കഥയും അങ്ങനെ തന്നെ തേഞ്ഞു മാഞ്ഞു പോകും. നിരവധി പാവങ്ങളുള്ള മ്യാൻമാർ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്നും ബന്ധുക്കളാണെന്ന വ്യാജേന മനുഷ്യരെ കൊണ്ടുവരികയും അവരുടെ വൃക്കകൾ എടുത്ത് സമ്പന്നർക്ക് നൽകുകയും ചെയ്യുന്ന അതിക്രൂരമായ തട്ടിപ്പാണ് അപ്പോളോ ആശുപത്രിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബ്രിട്ടനിൽ നിന്നുള്ള ഡെയിലി ടെലഗ്രാഫ് വളരെ വലിയ അന്വേഷണം നടത്തി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വളരെ ഉത്തരവാദിത്തപൂർവമല്ലാതെ ഈ പത്രങ്ങളൊന്നും ഇങ്ങനെ എഴുതാറില്ല, ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിക്കാറില്ല. വ്യക്തമായ തെളിവുകളോടെ മാത്രമേ അവരിങ്ങനെ ചെയ്യാറുള്ളൂ. അലോപ്പതിയുടെ മേഖലയിൽ അടി തൊട്ട് മുടി വരെ അടിമുടി ചതിയും വഞ്ചനയും അക്രമവും കൊള്ളയും മോഷണവും തട്ടിപ്പും വെട്ടിപ്പുമെല്ലാമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നന്നായി അലോപ്പതി ചികിത്സ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ രോഗികളുടെ കാര്യം കഷ്ടമാകുക, രോഗങ്ങൾ പെരുകുക എന്നാണ് അർത്ഥം. ആർക്കും തിരുത്താനാവാത്ത രീതിയിൽ, ആർക്കും നേരെയാക്കാനാവാത്ത രീതിയിൽ ഒരിക്കലും ഉപയോഗിക്കുന്ന ചികിത്സാ രീതികൾ, മരുന്നുകൾ, വാക്സിനുകൾ നീണ്ടു നിൽക്കാത്ത രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തെളിയുമ്പോഴെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അപകടകരമാണ്, ദ്രോഹകരമാണ്. അപ്പോളോ ആശുപത്രിയിലെ ഈ വൃക്ക തട്ടിപ്പിൻ്റെ കഥ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത, ഒരിക്കലും നമുക്ക് ആശ്രയിക്കാനാവാത്ത രീതിയിൽ അലോപ്പതി മേഖല അടിമുടി അഴിമതി നിറഞ്ഞതായിരിക്കുന്നു, ചതി നിറഞ്ഞതായിരിക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. കണ്ടങ്ങിരിക്കും മരുന്നിനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ ജനകോടികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് ക്യാൻസറും ഹൃദ്രോഗവും ഉണ്ടാക്കുന്നു എന്ന് തെളിയുന്നതിനെ തുടർന്ന് ഒരു ദിവസം പിൻവലിക്കപ്പെടുന്നത്. അമേരിക്കയിൽ അത്തരത്തിൽ പിൻവലിക്കപ്പെടുന്ന മരുന്നുകൾ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ മരുന്ന് കമ്പനികൾ വിറ്റുകൊണ്ടുമിരിക്കുന്നു. അവർക്കൊന്നും മനസ്സുമില്ല, മനസാക്ഷിയുമില്ല. പണം മാത്രമേ ഉള്ളൂ, ലാഭം മാത്രമേ ഉള്ളൂ, ഷെയർ വാല്യൂ കൂട്ടി കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. ഫൈസറിനെ പോലുള്ള, മെർക്കിനെ പോലുള്ള, GSK, അസ്ട്രാസെനക്കയെ പോലുള്ള ക്രിമിനൽ മരുന്ന് കമ്പനികൾ, ക്രിമിനലുകളാണ് ഈ മേഖല അടക്കി വാണുകൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആ കേസിൻ്റെ ആകാംക്ഷയിലാണ്. തട്ടിക്കൊണ്ടുപോയത് അച്ഛനും അമ്മയും മകളും ചേർന്നാണ്. നാലാമതൊരാൾ ഉണ്ടായിരുന്നു എന്ന് രേഖാചിത്രങ്ങളെല്ലാം വരച്ചും കണ്ടതിനെ കുറിച്ച് പറഞ്ഞുമൊക്കെയായി വിശദമായി നാം അറിഞ്ഞു. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നു 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 4-മനെ രേഖാചിത്രത്തിൽ നിന്നും അവർ മായ്ച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നാലെ നാം അറിയുന്നു മറ്റു പല കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ
അവർ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ അടുത്തുള്ളവരോട് പറഞ്ഞിരുന്നു, ഇത് വെറുമൊരു തട്ടിക്കൊണ്ടുപോകൽ അല്ല, ഇതിൻ്റെ പിന്നിൽ അവയവ മാഫിയയാണെങ്കിൽ, വൻകിട ഹോസ്പിറ്റലുകളാണെങ്കിൽ, അന്താരാഷ്ട്ര ഗൂഢസംഘങ്ങളാണെങ്കിൽ കാര്യങ്ങൾ അധികം പുറത്തു വരില്ല. വന്നാൽ തന്നെ വളരെ പെട്ടെന്ന് തേഞ്ഞുമാഞ്ഞു പോകുകയും ചെയ്യും. തികച്ചും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അലോപ്പതി ചികിത്സകർ, ആശുപത്രികൾ നമ്മുടെ ചുറ്റുമുണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ അവർ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവർ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കി നമ്മെ അവരുടെ ചികിത്സകൾക്ക് വിധേയമാക്കുകയാണ്. മുമ്പ് അത് പ്രാദേശികമായി നിപ്പ എന്നും ലെപ്റ്റോസ്പൈറ എന്നും ഡെങ്കിപ്പനി, ഡോങ്കിപ്പനി എന്നെല്ലാം പറഞ്ഞ് പ്രാദേശികമായിട്ടാണ് ജനങ്ങളെ ഭയപ്പെടുത്തി ചികിത്സിച്ചിരുന്നതെങ്കിൽ കോവിഡിനോടുകൂടി സർക്കാരുകളെ കൊണ്ട് ജനങ്ങളെ ബന്ദികളാക്കി ചികിത്സിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ജനങ്ങളെ ഭീതിപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി സർക്കാർ മെഷീനറിയെ കൊണ്ട് നിർബന്ധപൂർവം വാക്സിനുകൾ എടുപ്പിച്ച് ഇപ്പൊ സർക്കാർ കൈയൊഴിയുന്നു. എടുത്തുപോയ വാക്സിൻ്റെ ദുരന്ത ഫലങ്ങൾ കാരണം ഇനിയിപ്പോ ആളുകൾ വേണ്ടത്ര മുന്നോട്ട് വന്നില്ലെങ്കിലോ അടുത്ത നടപടിക്ക് എന്നുള്ളത് കൊണ്ട് സർക്കാരുകളെ കൊണ്ട് പൊതുജന ആരോഗ്യ അധികാരിയെ നിയമിപ്പിച്ച് ഏതെങ്കിലും ഒരു പകർച്ചവ്യാധിയുടെ സംശയം അന്തരീക്ഷത്തിൽ ഉയർന്നാൽ പൊതുജനാരോഗ്യ അധികാരിക്ക് തോന്നുകയാണ് ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അയാൾ തീരുമാനിക്കും ലോക്ക്ഡൗൺ വേണോ, ഏതെല്ലാം മരുന്നുകൾ ജനങ്ങൾ കഴിക്കണം. പ്രകൃതി, ആയുർവേദ, ഹോമിയോ ചികിത്സകരെല്ലാം രോഗികളെ അലോപ്പതിയിലേക്ക് പറഞ്ഞയച്ചു കൊള്ളണം, ഇല്ല എങ്കിൽ അവർക്ക് പിഴ. വീണ്ടും അങ്ങനെ ചെയ്താൽ ലൈസൻസ് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. അയാൾ നിശ്ചയിക്കുന്ന ചികിത്സ തന്നെ ജനങ്ങൾ ചെയ്തു കൊള്ളണം. അയാൾ പറയുന്ന വാക്സിൻ എടുത്തുകൊള്ളണം. വിസമ്മതിച്ചാൽ ജനങ്ങളെ അറസ്റ്റ് ചെയ്യിക്കാൻ പോലീസ് റെഡിയായിരിക്കണം. ആരോഗ്യ അധികാരിയുടെ ഉത്തരവ് പാലിക്കണം പോലീസ്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഡിപ്പാർട്ട്മെന്റുകളും ഇയാളുടെ കീഴിലാണ്. സർക്കിൾ ഇൻസ്പെക്ടറുടെ അധികാരം കൂടെ, പവർ കൂടെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചികിത്സ ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടെ പുറത്ത് ഇനി അവകാശമില്ല. എല്ലാം അലോപ്പതിയുടെ കീഴിൽ. അലോപ്പതിക്കാരൻ തീരുമാനിക്കും. പ്രകൃതി ചികിത്സയും ആയുർവേദവും ഹോമിയോ ഒക്കെ ഉള്ളത് അവർക്ക് തലവേദനയാണ്. അവർ മാറാത്തതെന്ന് പറയുന്ന രോഗങ്ങളെ പ്രകൃതിക്കാർ മാറ്റുന്നു, ആയുർവേദക്കാർ മാറ്റുന്നു, ഹോമിയോക്കാർ മാറ്റുന്നു. അലോപ്പതിക്കാരുടെ തട്ടിപ്പുകൾ ജനങ്ങൾ തിരിച്ചറിയുന്നത് ബദലായി പുറത്ത് ശരിയായ ചികിത്സയുടെ പ്രകൃതി ചികിത്സയും ആയുർവേദവും ഹോമിയോയും സിദ്ധയും യുനാനിയും അക്യുപ്രഷറും അക്യുപഞ്ചറും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവയെ ഇല്ലാതാക്കണം. അവയില്ലാതായി കഴിഞ്ഞാൽ നിസ്സഹായരായ ജനങ്ങളെ എങ്ങനെ വേണമെങ്കിലും പിഴിഞ്ഞൂറ്റി ചോര കുടിക്കാൻ സാധിക്കും. മരുന്നുകളിലൂടെയും വാക്പാപങ്ങളിലൂടെയും വന്ധ്യംകരിക്കാനും വേണമെങ്കിൽ കൊല്ലാക്കൊല ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ധാരാളമായി നമ്മുടെ ചുറ്റും ചെറുപ്പക്കാർ സഹിതം കുഴഞ്ഞു വീണു മരിക്കുന്നത് പോലെ അത്തരമൊരു സമ്പൂർണമായ ആരോഗ്യ ഏകാധിപത്യത്തിൻ്റെ ഒരവസ്ഥ ഉണ്ടാക്കാൻ വരികയാണ് പുതിയ പൊതുജനാരോഗ്യ ബില്ലിലൂടെ അലോപ്പതി മേഖല ചെയ്യുന്നത്. ഏത് അലോപ്പതി മേഖല? വൃക്ക തട്ടിപ്പിൻ്റെ, ഇല്ലാത്ത മസ്തിഷ്ക മരണമുണ്ടാക്കി അവയവ മോഷണത്തിൻ്റെ എല്ലാത്തരം ക്രൂരതകളും ചെയ്യുന്ന അലോപ്പതി മാഫിയ. ജാഗ്രത പാലിക്കുക, ഉണർന്ന് ചിന്തിക്കുക. രക്ഷപ്പെടാനുള്ള അവസാന മണിക്കൂറുകളാണ് എന്ന് തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.